അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യം ചിക്കൻ മസാല, അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4ഓളം ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കർ പോലത്തെ, അതിനു വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബോയിൽഡ് റൈസാണ് ആഡ് ചെയ്യാവുന്നത്. ഞാൻ ഇപ്പോൾ ബാസ്മതി റൈസാണ് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിരിക്കണം. 1.25 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ് തലേ ദിവസം. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കുമ്പോൾ മാത്രം എടുത്താൽ നല്ല പൊരുന്ന് വരും. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഈ സമയത്ത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് സോസ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല. സോയാ സോസും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒഴിക്കുന്നത് റെഡ് ചില്ലി സോസാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. സാധാരണ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും